നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ടൈമിൽ ഒരു വാഹനം നേരെ ഓടിക്കുക എന്നുള്ളത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ അത്യാവശ്യമൊക്കെ വാഹനമൊക്കെ ഒന്ന് നേരെ ഓടിക്കും. പക്ഷെങ്കിൽ ഒരു കാറ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും പല ആൾക്കാർക്കും ഏറ്റവും ഡ്രൈവിങ്ങിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് കറക്റ്റായിട്ട് റിവേഴ്സ് എടുക്കുക എന്നുള്ളത്. എന്നാൽ റിവേഴ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ട്രിക്കുണ്ട്, ഒരു രഹസ്യമുണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും പ്രയോഗിച്ചെങ്കിൽ മാത്രമേ റിവേഴ്സ് ഡ്രൈവിംഗ് കൃത്യതയോടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. അതുകൊണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവ് ചെയ്ത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നിട്ടേക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ വൈകുന്നേരം 7 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ഓള് അമർത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഒരു വാഹനം പുറകോട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിവേഴ്സ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ദിശയിലേക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണം റിവേഴ്സ് എടുക്കാനും വാഹനത്തെ നേരെയാക്കാനും കഴിയുന്നതാണ്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരു വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തുടക്കക്കാർക്ക് വാഹനത്തെ നേരെയാക്കുന്നത് എത്ര തിരിച്ചാണെന്ന് പല ആൾക്കാർക്കും റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടത്തില്ല. കാരണം വണ്ടി നേരെ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു വാഹനത്തെ റിവേഴ്സ് എടുക്കുമ്പോൾ എത്ര തിരിച്ചാൽ നമ്മളുടെ വണ്ടിയുടെ ടയർ നേരെയാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇത് പിടികിട്ടിയാലേ നിങ്ങൾക്ക് റിവേഴ്സ് ഡ്രൈവിംഗ് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും. ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം റിവേഴ്സ് എടുത്ത് കാണിക്കാം. അതായത് നമ്മളുടെ ഒരു വാഹനം ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് കിടക്കുന്നു. ഇത് വണ്ടിയുടെ ഫ്രണ്ടിലെ 2 ടയറായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വാഹനം ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞു പോകണം, റിവേഴ്സിൽ പോകണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റിയറിംഗ് ഇത്തരത്തിൽ ഇടത്തെ സൈഡിലേക്ക് തിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്തരത്തിൽ തിരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ 2 ടയർ ഇത്തരത്തിൽ ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തിരിയുന്ന സമയത്ത് നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ സംഭവിക്കുന്നത്, വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത്തെ സൈഡിലേക്ക് ടയർ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ, ഈ സൈഡിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വാഹനം ഇടത്തെ സൈഡിലേക്ക് പോകും. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ റൈറ്റ് സൈഡിലേക്ക്, വലത്തെ സൈഡിലേക്ക് മാറുകയും വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത്തെ സൈഡിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പം 2 ദിശയിൽ മാറ്റം വരുന്നുണ്ട്. ഒന്ന് ഫ്രണ്ടിൽ വലത്തെ സൈഡിലേക്ക് പോകുന്നുണ്ട്, ബാക്ക് സൈഡ് പ്രോപ്പറായിട്ട് ഇടത്തെ സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരെ കിടക്കുന്ന ഒരു വാഹനത്തെ നമ്മൾ ഇത്തരത്തിൽ ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മളുടെ ബാക്ക് സൈഡും നമ്മൾ ക്ലിയർ ആയിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒരു കാറ് റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ഇവിടെ വണ്ടി റിവേഴ്സ് എടുത്ത് നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും ഉള്ളിലുള്ള റിയർ വ്യൂ മിററും കറക്റ്റായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ കൃത്യതയോടെ ഇവിടെ നോക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടത്തോട്ടോ വലത്തോട്ടോ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനത്തെ സ്ലോ ചെയ്ത് റിവേഴ്സ് എടുക്കാൻ പഠിക്കണം. അതായത് റിവേഴ്സ് എടുക്കുമ്പോൾ സ്പീഡ് നിങ്ങളുടെ കൺട്രോളിൽ വരണം. സ്പീഡ് നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് വരാനായിട്ട് കഴിയത്തില്ല. ഇപ്പം ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കറക്റ്റ് റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. ഓക്കെ, എനിക്കിപ്പോൾ എൻ്റെ വണ്ടി ഇടത്തെ സൈഡിലേക്കാണ് കുറച്ച് പോകേണ്ടത്. ഇപ്പം നിങ്ങൾ നോക്കി, എൻ്റെ വാഹനം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ നോക്കുക, നേരെ കിടക്കുകയാണ്. അപ്പം ഞാൻ നേരെ പതിയെ വണ്ടി ഒന്ന് അനക്കാണ്. നിങ്ങൾ നോക്കുക, ക്ലച്ചിൽ നിന്ന് ഞാൻ പതുക്കെ കാല് അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. കറക്റ്റ് റിവേഴ്സ് ഗിയർ കൊടുത്തിട്ടുണ്ട്. ക്ലച്ചിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങൾ നോക്കി, എൻ്റെ വണ്ടി നേരെ പോകുന്നതായിട്ട് എനിക്ക് കറക്റ്റ് അറിയാം.
ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ വണ്ടിയുടെ ടയർ ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടുന്ന് സ്റ്റിയറിംഗ് ഇത്തരത്തിലൊരു റൗണ്ട് ഇടത്തെ സൈഡിലേക്ക് ഓടിച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റിയറിംഗ് നോക്കുന്ന സമയത്ത് കറക്റ്റ് വണ്ടിയുടെ ടയർ നേരെയാണെന്നുള്ളൊരു ചിന്തയായിരിക്കും ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ചുള്ളത്. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ഒരു ഇടത്തേക്ക് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കറക്റ്റ് സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് വണ്ടി അയക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, എൻ്റെ വണ്ടി പതുക്കെ ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് പോകും. നിങ്ങൾ നോക്കുക, ക്ലച്ച് നയിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് വലത്തെ സൈഡിലേക്ക് ഇതുകൊണ്ടോ മാറുന്നുണ്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഇടത്തെ സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ പതിയെ അനക്കുമ്പോൾ നമുക്ക് ഈ വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഐഡിയ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഇടത്തോട്ട് കൂടുതൽ പോകുന്നു. അപ്പോൾ ഇടത്തോട്ട് പോകണ്ട, നമുക്ക് കുറച്ച് വലത്തേക്കാണ് വാഹനം പോകേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്ലച്ചും ബ്രേക്കും ചവിട്ടി വാഹനത്തെ നിർത്തുക. ഇപ്പോൾ ഇടത്തേക്കാണ് വണ്ടി പോകുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ഒരു റൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വലത്തെ സൈഡിലേക്ക് തിരിക്കുക. ഓക്കെ, വലത്തെ സൈഡിലേക്ക് ഒരു റൗണ്ട് തിരിച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലൊന്ന് അയച്ചു നോക്കുക. അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. ഞാൻ ആക്സിലറേഷൻ പെഡലിലേക്ക് വെച്ചിട്ടേ ഉള്ളൂ. ആക്സിലറേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലച്ചേ നയിക്കുക. ഇപ്പം നിങ്ങൾ നോക്കി, എൻ്റെ വണ്ടി നേരെ ബാക്കിലേക്കാണ് പോകുന്നത്, കണ്ടോ. അപ്പോൾ ടയർ നേരെയാണെന്ന് മനസ്സിലായല്ലോ. നേരെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ടയർ നേരെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ എൻ്റെ വണ്ടി വലത്തോട്ട് പോകണം. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു, ഞാൻ സ്റ്റിയറിംഗ് ഒരു റൗണ്ട് വലത്തെ സൈഡിലേക്ക് തിരിക്കുന്നു. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്ക് വലത്തെ സൈഡിലേക്ക് പോകും. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് വണ്ടി നോക്കുന്ന സമയത്ത് നേരെയാണ്. പക്ഷേങ്കിൽ ക്ലച്ചിൽ നിന്ന് ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് വലത്തെ സൈഡിലേക്ക് പോകുന്നു. ഫ്രണ്ട് ഇവിടുന്ന് ഈ വലത്തെ സൈഡിൽ നിന്ന് ഇടത്തെ സൈഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ നോക്കുക, റോഡിൽ വണ്ടി കറക്റ്റ് നേരെയായി വരുന്ന പൊസിഷനായി, കണ്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക. ഓക്കെ, എന്നിട്ട് നോക്കുക, നമുക്കിപ്പോൾ ഇവിടെ ഈ സൈഡിലേക്കാണ് വണ്ടി ഒതുക്കേണ്ടത്. വണ്ടി ഒതുങ്ങിയോ എന്ന് നോക്കുക. ഇപ്പം എനിക്കിത് ഈ മിററിലൂടെ നോക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി കുറച്ചും കൂടി ഈ സൈഡിലേക്ക് ചേരാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും വലത്തെ സൈഡിലേക്കാണ് ചേരാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും സ്റ്റിയറിംഗ് ഒരു റൗണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഓടിച്ചു പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പതുക്കെ ബ്രേക്ക് എന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലിൽ ജസ്റ്റ് വെക്കുക, ക്ലച്ച് മാത്രം പതുക്കെ റിലീസ് ചെയ്യുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ റിലീസ് ചെയ്യുക. ആവശ്യം വന്നാൽ ഇവിടെ പതുക്കെ ഒന്ന് ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി വലത്തേക്ക് പോകുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് പിടികിട്ടും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇടത്തെ സൈഡിലേക്കാണ് പോകുന്നത്. നിങ്ങൾ നോക്കുക, വണ്ടിയുടെ ഫ്രണ്ട് ഇടത്തെ സൈഡിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ വലത്തെ സൈഡിലേക്ക് എൻ്റെ വണ്ടി പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, വലത്തെ സൈഡിലേക്ക് എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മുടെ വണ്ടിയുടെ ബാക്ക് വലത്തെ സൈഡിലേക്ക് ചേർന്നു എന്ന് കരുതി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി നോക്കുക, വണ്ടിയുടെ ഫ്രണ്ട് ഇടത്തെ സൈഡിലേക്ക് റോഡിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് നേരെയാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇടത്തെ സൈഡിലേക്ക് ഞാൻ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കുന്നു, കണ്ടോ. ഇടത്തെ സൈഡിലേക്ക് ഒന്ന് സ്റ്റിയറിംഗ് തിരിക്കുന്നു, എന്നിട്ട് പതുക്കെ ക്ലച്ചേ നയിക്കുന്നു. അപ്പോഴും എൻ്റെ വണ്ടി എങ്ങോട്ടാണ് പോകുന്നത്, വലത്തെ സൈഡിലേക്കാണ്. അപ്പോൾ അതിനർത്ഥം എൻ്റെ വണ്ടിയുടെ ടയർ നേരെ ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് ലോക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നോക്കുക, എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് കറക്റ്റ് ആ സൈഡിൽ നിൽപ്പുണ്ട്. ഫ്രണ്ട് കണ്ടോ, ഇടത്തെ സൈഡിൽ നിന്ന് വലത്തെ സൈഡിലേക്ക് പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ. അപ്പോൾ നമ്മുടെ വാഹനം ഈ സൈഡിലേക്ക് ചേർന്നു, കണ്ടില്ലേ. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. ഇവിടെ ഇങ്ങനെ ചേർന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ നേരെ വെറുതെ നോക്കിയാൽ മതി, നമ്മുടെ വണ്ടി നേരെയാണോ കിടക്കുന്നത്. ഇങ്ങനെ വെറുതെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അറിയാം, നേരെയാണ് വണ്ടിയുടെ ബോഡി കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ വണ്ടി ചവിട്ടി നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് നേരെയാക്കണം. അപ്പോൾ ഇടത്തെ സൈഡിലേക്ക് നമ്മൾ ഫുൾ ഒടിച്ചു പിടിച്ച സമയത്ത് സ്റ്റിയറിംഗ് എങ്ങനെ നേരെയാക്കാം, അല്ലെങ്കിൽ ടയർ എങ്ങനെ നേരെയാക്കാം, ഇവിടുന്ന് നിങ്ങൾ ഈ ഒരു എംബ്ലം നോക്കുക, ഒരു 1.5 റൗണ്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് തിരിക്കുക. അതായത് ഇടത്തോട്ടാണ് ഒടിഞ്ഞിരിക്കുന്നതെങ്കിൽ ഒരു 1/2 റൗണ്ട് ഞാൻ തിരിച്ചു, കണ്ടോ. എന്നിട്ട് വീണ്ടും ഞാൻ ഒരു റൗണ്ടും കൂടി തിരിക്കുമ്പോൾ എൻ്റെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയായിരിക്കും. ഇതാണ് 1.5 റൗണ്ട് കണക്ക് പറയുന്നത്. അതായത് ഇടത്ത് പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു 1.5 റൗണ്ട് തിരിച്ചു മതി. ഇപ്പം നിങ്ങളത് കറക്റ്റായിട്ട് അറിയാനായിട്ട് ക്ലച്ചേ നയിക്കുമ്പോൾ എൻ്റെ വണ്ടി നോക്കുക, പതിയെ നേരെ ബാക്കിലേക്കാണ് പോകുന്നത്, കണ്ടോ. അപ്പോൾ കറക്റ്റാണ് എൻ്റെ വണ്ടി കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളൊരു വാഹനം റിവേഴ്സ് ഓടിച്ചു പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരമാവധി ഏറ്റവും സ്ലോയിൽ വാഹനത്തെ റിവേഴ്സ് എടുക്കുക, അതിന് ക്ലച്ച് കൺട്രോൾ ചെയ്യുക, ആവശ്യം വന്ന് മാത്രം ആക്സിലറേഷൻ കൊടുക്കുക. എന്നിട്ട് വാഹനത്തെ നിർത്തി എടുക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് കറക്റ്റ് പിടികിട്ടും. ആദ്യമൊക്കെ ഇങ്ങനെ നമുക്ക് വാഹനത്തെ പുറകോട്ട് റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. കുറേ അധികം ദിവസം നിങ്ങളിത് തന്നെയും പിന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് നമ്മുടെ വണ്ടി എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. വണ്ടിയുടെ ബാക്ക് സൈഡും ഫ്രണ്ടും പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അത് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതിന് ഈ ട്രിക്കാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സ്റ്റിയറിങ്ങിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ രഹസ്യം. ഒപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ടും ക്ലച്ചും ബ്രേക്കും ആക്സലറേഷനും ഈ രീതിയിൽ ഒന്ന് കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്ക് നന്നായിട്ട് വാഹനം ഒരു സൈഡിലേക്കോ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ അമർത്തിയിട്ടേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.